യൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ സേഫ്റ്റി, ഇത് തറയിലൊക്കെ വീഴുന്ന സ്ക്രാച്ചാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു റെഡിലൊക്കെ സ്ക്രാച്ച് വീഴുന്നുള്ള അവസ്ഥ ആലോചിക്ക്, അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഹലോ വാട്ട്സപ്പ് ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു സർപ്രൈസ് സാധനം കാണിക്കാൻ വന്നിട്ടുള്ളത്. അതായത് എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദംസ് കസ്റ്റം ഗാരേജിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഹെൽമെറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹെൽമെറ്റ്. ഇത് SA2 എന്ന് പറഞ്ഞ മോഡലാണ് അവർ ഇതേപോലെ കസ്റ്റം ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ അയൺമാൻ്റെ തീം പറഞ്ഞപ്പം അവർക്ക് ഇത് അയൺമാൻ ചെയ്യാൻ തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ അയൺമാൻ ഒരു യൂണിക് സാധനമാണ്. അതായത് വലിയ കൂടിയ ഹെൽമെറ്റിലൊക്കെ ഉണ്ട്, പക്ഷേ ഇതേപോലത്തെ SA2-ലൊക്കെ ഇതൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. അയൺമാൻ്റെ തീം ചെയ്തപ്പോൾ തന്നെ ഈ ഹെൽമെറ്റ് ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ ഷെയ്ഡ് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഇതൊക്കെ ഷെയ്ഡാണ്. ഇത് ഷെയ്ഡാണ്. ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് ലൈനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ അതൊന്നുമില്ല. നമുക്ക് പക്ക അയൺമാൻ്റെ ആ ഒരു ഫിനിഷ് വരാൻ വേണ്ടിയിട്ട് ബ്ലാക്കൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ട ഏകദേശം കണ്ണൊക്കെ നല്ല തിളങ്ങി ഇരിപ്പുണ്ട്. അതായത് ഈ വൈറ്റിൽ തന്നെ ഈ ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്തുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് വരാൻ കാരണം. കണ്ടോ ഹെൽമെറ്റിൻ്റെ ലുക്ക്? ഇവിടെ എല്ലാം ഷെയ്ഡാണ്. പോയിട്ട് ഇതിൻ്റെ മൗത്ത് കാണിച്ചു തരാം. കണ്ട ഇതൊക്കെ സ്റ്റെപ്പ് ഇതെല്ലാം. പക്ഷെ എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്നീ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ അടിക്കണം. ബ്ലൂ എന്തായാലും ഞാൻ വൈസറാണ് മാറ്റാൻ പോകുന്നത്. ബ്ലാക്ക് വൈസർ അല്ലെങ്കിൽ ബ്ലൂ വൈസർ. അപ്പോൾ അത് ഇടുമ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ ആ ലുക്ക് തന്നെ അങ്ങ് മാറും. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ ബ്ലാക്ക് ആയിരിക്കുമോ ബ്ലൂ ആയിരിക്കുമോ ചേരുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇതിൽ പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഇത് MEC 46 എന്ന് പറഞ്ഞ ലോഗൊക്കെ അടിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ബ്രോ. കാരണം എനിക്ക് എൻ്റെ നേരത്തെ ഇരുന്ന ഹെൽമെറ്റ് എനിക്ക് അറിയാമായിരിക്കും. MTയുടെ റിവഞ്ചാണ് ഇരുന്നത്. അപ്പോൾ അതിൽ ഞാനിതേപോലെ ഐസൊക്കെ ഒട്ടിച്ച് അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്കത് സാമ്പത്തിക മതി വന്നപ്പോൾ അത് സെയിൽ ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല. എൻ്റെ ഇപ്പോൾ ഒരു 2 റൈഡക്സും ഒരു ആക്സോറും ഇപ്പോൾ ഇതുമായി. എങ്ങനെയുണ്ട് സാധനം? സെറ്റല്ലേ? ഇത് നമുക്ക് വൈസറൊക്കെ മാറ്റിയിട്ട് ഇൻ്റർകോമൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. കാരണം ഇത് പുറത്ത് യൂസ് ചെയ്യാൻ എനിക്ക് അത്രയ്ക്കൊരു ഇത് പോരാ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുറത്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ഇതിൻ്റെ സേഫ്റ്റി, ഇത് തറയിലൊക്കെ വീഴുന്ന സ്ക്രാച്ചാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു റെഡിലൊക്കെ സ്ക്രാച്ച് വീഴുന്നുള്ള അവസ്ഥ ആലോചിക്ക്, അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. സൈഡ് ഇൻ്റർകോമൊക്കെ വെച്ചിട്ട് ഇതിൽ 3 ഇൻ്റർകോമിൻ്റെ സ്പെയർ ഉണ്ട്. 2 ഇൻ്റർകോമിൻ്റെ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്തെ സ്പീക്കറും സെറ്റൊക്കെ. അപ്പോൾ അത് 3 സ്പെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ഇപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഇതിൽ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ഹെഡ്സെറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കാണുമെന്നാണ് എൻ്റെ വിചാരം. കാണണം, ഇതിൻ്റെ അകത്ത് കാണും. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനല്ലേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. അത് എക്സ്ട്രാ ഒരു 2 സ്പീക്കർ 2 സൈഡിൽ വരും, ഒരു മൈക്ക് കൂടെ വരും, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി വയറിങ്ങൊക്കെ പോകണതാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഇതുണ്ട്, ഒരു കണക്ടർ വരണം. അതായത് അതിൽ തന്നെ ക്ലിപ്പിട്ട് വയ്ക്കണം ഇൻ്റർകോം. അപ്പോൾ ആ ക്ലിപ്പ് അടിയിൽ ശകലം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. 3M ടാപ്പ് വെച്ച് ഒട്ടിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സ്റ്റീല് സാധനമാണ്. നമുക്കിനി കുറച്ച് സിനിമാറ്റിക് വീഡിയോ കണ്ടിട്ട് വരാം. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. അപ്പോൾ ഇനി നമുക്കിത് തലയിൽ വെച്ചൊന്ന് കാണാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ലുക്ക്. ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വ്യൂ ഉണ്ടോ? ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഈ വൈസർ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഏത് വൈസറായിരിക്കും ചേരണം. എനിക്ക് തോന്നുന്നു ബ്ലാക്കും ബ്ലൂവും മാച്ച് ആവുമെന്ന് തോന്നുന്നു. ബ്ലൂ എന്നിട്ടൊരു ഡാർക്ക് ഷെയ്ഡാണ്, അതുകൊണ്ട് അതെങ്ങനെയെന്ന് അറിയത്തില്ല. പക്ഷേ ബ്ലാക്ക് പക്ക മാച്ച് ആവും. ബ്ലൂ കൂടെ നോക്കണം, വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.